സംസ്ഥാനത്തെ പൊതുഗതാഗത മേഖലയിൽ പുതിയൊരു ചരിത്രത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനുമായി KSRTC ആരംഭിച്ച പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി ഉദ്ഘാടന ദിനത്തിൽ വിവാദങ്ങൾ ഉണ്ടാകുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ച 5 പ്രധാന വാഗ്ദാനങ്ങളിലൊന്നാണ് PD സതീശൻ സർക്കാരിന്റെ ഈ സ്വപ്ന പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമായത്. സ്ത്രീകളുടെ സൗജന്യ യാത്ര എന്നത് സർക്കാരിന്റെ ഔദാര്യമല്ല, മറിച്ച് അവരുടെ അവകാശമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശനാണ് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചത്. മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ജനപ്രതിനിധികളും ആദ്യ സർവീസിൽ യാത്രക്കാരായി പങ്കുചേരുകയും ചെയ്തു. ആവേശത്തോടെയാണ് സംസ്ഥാനമെമ്പാടുമുള്ള സ്ത്രീകളും ട്രാൻസ്ജെൻഡർ സമൂഹവും ഈ പ്രഖ്യാപനത്തെ വരവേറ്റത്. സംസ്ഥാനത്തുടനീളം KSRTCയുടെ ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ടൗൺ ടു ടൗൺ, ഫെയർ സ്റ്റേജ് ഓർഡിനറി, പോയിന്റ് ടു പോയിന്റ് ഓർഡിനറി, ഗ്രാമവണ്ടി എന്നിങ്ങനെ 7 വിഭാഗങ്ങളിലായി 3125 ബസ്സുകളിലാണ് ഈ സൗജന്യ യാത്രാ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ഈ ബസ്സുകളിലെല്ലാം യാത്രക്കാർക്ക് തിരിച്ചറിയാനായി പ്രിയദർശിനി സൗജന്യ യാത്ര എന്ന പ്രത്യേക സ്റ്റിക്കറുകളും പതിപ്പിച്ചിട്ടുണ്ട്. യാത്രക്കാരുടെ കൃത്യമായ എണ്ണം തിട്ടപ്പെടുത്തുന്നതിനും പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ KSRTCക്ക് വരുന്ന സാമ്പത്തിക ബാധ്യത കണക്കാക്കി സർക്കാർ നൽകേണ്ട സബ്സിഡി തുക നിശ്ചയിക്കുന്നതിനുമായി സ്ത്രീകൾക്ക് ഫീമെയിൽ എന്ന് രേഖപ്പെടുത്തിയ പ്രത്യേക ടിക്കറ്റുകളാണ് വിതരണം ചെയ്യുന്നത്. സൗജന്യ യാത്ര സുഗമമാക്കുന്നതിനായി കൃത്യമായ ചില മാർഗനിർദ്ദേശങ്ങളും കേരള സംസ്ഥാന റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ നാടൊട്ടുക്കും വലിയ ആഘോഷത്തോടെയും പ്രതീക്ഷയോടെയും ആരംഭിച്ച പദ്ധതിയുടെ ആദ്യ ദിനം തന്നെ വലിയ തോതിലുള്ള പരാതികൾക്കും കടുത്ത ആക്ഷേപങ്ങൾക്കും വഴിവെച്ചു. തൃശൂരിൽ നിന്ന് ചാലക്കുടിയിലേക്ക് സർവീസ് നടത്തിയ ഓർഡിനറി ബസ്സിൽ യാത്ര ചെയ്ത കൊരട്ടി സ്വദേശികളായ വിദ്യാർത്ഥിനികളിൽ നിന്ന് കണ്ടക്ടർ ടിക്കറ്റ് നിരക്ക് ഈടാക്കിയതാണ് പ്രധാന വിവാദത്തിന് കാരണമായത്. തൃശൂരിൽ രാവിലെ 9 മണിയോടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പദ്ധതിയുടെ പ്രാദേശിക തല ഉദ്ഘാടനം ഫ്ളാഗ് ഓഫ് ചെയ്തതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഈ സംഭവം. സൗജന്യയാത്ര ലഭ്യമാകുമെന്ന പ്രതീക്ഷയിൽ രാവിലെ 8:30 മുതൽ ബസ് സ്റ്റാൻഡിൽ കാത്തുനിന്ന വിദ്യാർത്ഥിനികൾ 9:35ഓടെയാണ് ചാലക്കുടി ബസ്സിൽ കയറിയത്. ബസ്സിൽ കയറിയ ഉടനെ ജീവനക്കാർ പൂച്ചെണ്ടും ലഡുവും നൽകി ഇവരെ ആവേശപൂർവ്വം സ്വീകരിച്ചിരുന്നു. എന്നാൽ തൊട്ടു പിന്നാലെ ടിക്കറ്റ് എടുത്തപ്പോൾ ഇവരുടെ കയ്യിൽ നിന്നും സാധാരണ രീതിയിൽ പണം ഈടാക്കുകയായിരുന്നു. ഫീമെയിൽ എന്ന് രേഖപ്പെടുത്തിയ ടിക്കറ്റ് നൽകിയെങ്കിലും അതിന് തുക ഈടാക്കിയ നടപടി ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്ന് പെൺകുട്ടികൾ വ്യക്തമാക്കി. മധുരം കിട്ടി, പക്ഷേ സൗജന്യം കിട്ടിയില്ല എന്ന അവസ്ഥയിലായിരുന്നു തങ്ങളെന്ന് വിദ്യാർത്ഥിനികൾ അമർഷത്തോടെ പ്രതികരിക്കുകയും ചെയ്തു. ഇതേക്കുറിച്ച് ബസ് ജീവനക്കാരോട് ചോദിച്ചപ്പോൾ ടിക്കറ്റിംഗ് മെഷീനുകളിലെ സിസ്റ്റം അപ്ഡേഷൻ നടപടികൾ പൂർത്തിയായിട്ടില്ലെന്ന സാങ്കേതിക കാരണമാണ് അവർ വിശദീകരണമായി നൽകിയത്. തൊട്ടു പിന്നാലെ യാത്രക്കാരായി തങ്ങളെ സ്വാഗതം ചെയ്യാൻ കാണിച്ച ആവേശം പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കാൻ KSRTCക്ക് കഴിഞ്ഞില്ല എന്നത് പദ്ധതിയുടെ ആസൂത്രണ പിഴവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മാത്രമല്ല, ഈ സാങ്കേതിക തടസ്സത്തെക്കുറിച്ച് ബസ്സിലുണ്ടായിരുന്ന ജനപ്രതിനിധികളോടും രാഷ്ട്രീയ പ്രവർത്തകരോടും പരാതിപ്പെട്ടിട്ടും ആരും തന്നെ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറായില്ലെന്നും വിദ്യാർത്ഥിനികൾ ആരോപിക്കുന്നുണ്ട്. ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം ചടങ്ങിന്റെ ഭാഗമായി ഫോട്ടോ എടുക്കുന്നതിലും വീഡിയോ ചിത്രീകരിക്കുന്നതിലുമാണ് അവിടെയുണ്ടായിരുന്ന രാഷ്ട്രീയക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്ന പെൺകുട്ടികളുടെ വെളിപ്പെടുത്തൽ വലിയ ജനരോക്ഷത്തിന് കാരണമായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ KSRTCയിലെ പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര കല്ലുകടിയായി. രാവിലെ 9 മുതൽ എത്തിയ യാത്രികർക്ക് ആദ്യം സൗജന്യ ടിക്കറ്റ് ലഭിച്ചില്ല. ഓൺലൈൻ ടിക്കറ്റ് സംവിധാനത്തിൽ സൗജന്യ ടിക്കറ്റായ 0 തുക ടിക്കറ്റുകൾ ലഭ്യമാകാൻ വൈകിയതിനെ തുടർന്ന് ഉദ്ഘാടനവും ബസ്സുകളിലെ യാത്രയും മുടങ്ങി. നിരവധി യാത്രക്കാർ സൗജന്യ യാത്ര പ്രതീക്ഷിച്ച് ബസ്സുകളിൽ കയറിയെങ്കിലും സൗജന്യ 0 ടിക്കറ്റ് സജ്ജമാക്കാത്തതിനെ തുടർന്ന് കണ്ടക്ടർമാർക്ക് നിലവിലെ യാത്രാ നിരക്ക് ടിക്കറ്റ് മാത്രമാണ് നൽകാനായത്. ഇത് യാത്രക്കാരും കണ്ടക്ടർമാരുമായി തർക്കത്തിനിടയാക്കി. രാവിലെ 10-ന് ശേഷം മാത്രമാണ് സൗജന്യ സംവിധാനം നടപ്പിലായത്.